ഹലോ ഗൈസ്, അപ്പോൾ പുറത്ത് മഴ നന്നായി തിമിർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് ഒരു സിമ്പിൾ ചിക്കൻ കറി റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഒരു ബ്രൗൺ കളർ ആയ സ്ഥിതിക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മണമുണ്ട് ഗൈസ്, അടിപൊളി. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി ഭയങ്കര എരിവാണ് ഗൈസ്. ആവശ്യത്തിന് നോക്കി ഇട്ടിട്ടില്ലെങ്കിൽ ചിക്കൻ കറി വായിൽ വയ്ക്കാൻ കൊള്ളില്ല. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിപ്പൊടി ഇട്ടിട്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ മസാലയും കൂടെ നന്നായി ചേർത്ത് ഇളക്കുക. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ മസാലയും നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലോട്ട് നമ്മൾ എന്തിടണം ഗൈസ്, നമ്മൾ എന്ത് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതെ ഗൈസ്, ചിക്കൻ കഴുകി വെച്ച ചിക്കൻ തട്ടിക്കൊടുക്കുന്നു ഗൈസ്. ചിക്കൻ ഓരോ കഷ്ണങ്ങളായി അല്ലെങ്കിൽ ഒന്നിച്ച് ആ ചട്ടിയിലോട്ട് തട്ടി കൊടുക്കുക ഗൈസ്. തട്ടി കൊടുത്ത് അവയെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ഗൈസ്. അപ്പോൾ ചിക്കനെ നമ്മൾ നന്നായി മസാലയോട് ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയാലേ ഉള്ളൂ ആ ചിക്കൻ അടിപൊളിയായിട്ട് വരിക. അപ്പോൾ ചിക്കനിൽ ചെറുതായിട്ടൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കന് എന്തെങ്കിലും കുറവുണ്ടോ നോക്കണം. കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ നിന്ന് ഇച്ചിരി എടുത്ത് നക്കി നോക്കുക. എന്നിട്ട് അപ്പോൾ ലേശം ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ തുറന്ന് നോക്കുകയാണ്. ചിക്കൻ എന്തായി എന്നറിയണ്ടേ, അപ്പോൾ ഒന്നും കൂടി നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ വെട്ടിത്തിളയ്ക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം ഗൈസ്? എന്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്? കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിപ്പൊടിയല്ല ഗൈസ്, മല്ലി ഇല ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി.